ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 5 ദിവസം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് വൈൻ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് വൈൻ്റെ ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. 3 ഏലക്ക, ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അതുപോലെ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചാറിച്ച് വെച്ചിരിക്കുന്ന 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ വൈൻ്റെ അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല, എങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള വൈൻ തന്നെയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ആദ്യത്തെ വൈൻ കുട്ടികൾക്കൊന്നും കൊടുക്കരുത്. ഇനി ഇത് 21 ദിവസത്തേക്ക് അടച്ചു വെക്കുവാണ്. എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു ദിവസം ഒന്ന് ഇളക്കാൻ മറന്നു പോയാലും കുഴപ്പമില്ല, പക്ഷെ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഒരു തുണിയിട്ട് ഇതുപോലെ കെട്ടിവെക്കാം. വൈൻ ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഇതുപോലെ ഗ്ലാസ് ചരിച്ചു വേണം വൈൻ ഊറ്റിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ അടിയിൽ അടിഞ്ഞിരിക്കുന്ന മട്ടെല്ലാം കൂടെ കലങ്ങിയായിരിക്കും വൈൻ കിട്ടുന്നത്. അങ്ങനെ വരരുത്, പതുക്കെ ഒന്ന് ചരിച്ചു വേണം എടുക്കാനായിട്ട്. രണ്ടാമതിട്ട വൈന് 22ാമത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്നൂടെ ഉള്ള വീഡിയോ കാണിക്കുകയാണ്. ഇത് ഞാൻ വിചാരിച്ചതിലും സ്ട്രോങ് ആയിട്ടുള്ള വൈനായിരുന്നു. ആദ്യത്തെ അത്രയും കടുപ്പമില്ലെന്നേ ഉള്ളൂ, എന്നാലും സ്ട്രോങ് ആട്ടോ. ഇങ്ങനെ രണ്ടാമത് വൈൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ ഈ വൈൻ ഊറ്റുന്ന സമയത്ത് ഈ മുന്തിരിങ്ങയും കൂടെ പിഴിഞ്ഞെടുക്കണേ. ഇരിക്കും തോറും വീര്യം കൂടുന്നതാണ് വൈന്. ഇത് സൂര്യപ്രകാശം ഒന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. 1-2 വർഷം സുഖമായിട്ടിരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഇപ്പൊ വൈൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് വൈൻ തയ്യാറാക്കണമെന്നുള്ളവർക്ക് 21 ദിവസമൊക്കെ ഇളക്കി കൊടുക്കാൻ മടിയുള്ളവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള ഒരു വൈനാണിത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.